ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് ആളുകൾക്കിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ജയിക്കുകയും ചെയ്യും. UDFന്റെ നേതാവ് ജയിക്കും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അതിന് വെച്ച ആ പാത്രം അങ്ങോട്ട് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. ശ്രീമതി ടീച്ചർ ഇവിടെ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ടീച്ചറാണ്. എനിക്ക് ആ സ്ഥാനം കിട്ടിയപ്പോൾ ആ പരിഷ്കരണം തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിപ്പം മത്സരിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ ജയിക്കാനാണ്. മിലേനിയം TVയിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെ വോട്ടുകൾ നന്മയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുക. Ma'am, what about LDF government and Kerala CPM election? We are sure that the LDF government will form the government in Kerala for the third time. It has done wonderful work and we have an excellent candidate over here in Peravur. We are assured of Comrade KK Shailaja's victory and she will create history by showing the world. പേരാവൂർ മണ്ഡലത്തിലാണുള്ളത്. KK ശൈലജ ടീച്ചർക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ വനിതകളുടെ ഇരുചക്ര വാഹന റാലിയാണ് നടക്കാൻ പോകുന്നത്. ഒരുപാട് വനിതകളും അമ്മമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു നിങ്ങളുടെ ശൈലജ ടീച്ചർക്ക് വേണ്ടിയിട്ട് റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്? എങ്ങനെ തോന്നുന്നു? ഇപ്രാവശ്യം ഇവിടെ മത്സരം കനക്കുമോ? ഇപ്രാവശ്യം എന്ത് തന്നെയായാലും ശൈലജ ടീച്ചർ തന്നെയായിരിക്കും ജയിക്കുക. അത്രയും വികസന പ്രവർത്തനങ്ങളാണ് നമ്മളെ കേരളത്തിൽ നമ്മൾ LDFന്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് നമ്മളെ മണ്ഡലത്തിലും നല്ല രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ടീച്ചറുടെ ഓരോ സ്വീകരണവും എന്താ പറയണ്ടേ, വമ്പിച്ച രീതിയിലുള്ള സ്വീകരണമാണ് ഓരോ സ്ഥലത്തും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ടീച്ചർ തന്നെയായിരിക്കും വിജയിക്കുക എന്നുള്ളത്. ടീച്ചർ തന്നെ വരും. 100% വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. 100%. ചേച്ചി, എങ്ങനെയുണ്ട്? ടീച്ചർ ഇതിന് ബൈക്ക് റാലിക്ക് വന്നിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് ഞങ്ങൾ റാലി കംപ്ലീറ്റ് ചെയ്യും. ടീച്ചറെ വിജയിപ്പിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സന്തോഷം തോന്നുന്നു ഇതിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ. ടീച്ചർ എന്തായാലും ജയിക്കും. നമ്മളതിനു വേണ്ടി പ്രയത്നിക്കും. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമുക്കറിയാലോ സണ്ണി ജോസഫ് ചെയ്യുന്നത്, പക്ഷെ എന്തെന്ന് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കറക്റ്റ് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമുക്ക് ഉറപ്പുണ്ട് ടീച്ചർ തന്നെ ജയിക്കുന്നു. യൂത്തിന് അങ്ങനെ തോന്നണമെങ്കിൽ എന്താണ് എന്താന്ന് വെച്ചാൽ ഒന്ന് ഭരണം മാറട്ടെ, ഇവിടെ വികസനങ്ങൾ കുറച്ചും കൂടെ വരട്ടെ, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. പിന്നെ LDF തന്നെ മൂന്നാമതൊരു ഭരണം കൂടി ഉണ്ടാവും വിശ്വസിക്കുന്നു. ഇങ്ങനെ തോന്നുന്നു ടീച്ചറുടെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? വലിയ പ്രചരണം തന്നെയാണ് നമ്മുടെ പേരാവൂർ മണ്ഡലത്തിൽ നടക്കുന്നത്. ടീച്ചർ ജയിക്കുക തന്നെ ചെയ്യും. ഏറ്റവും നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് ആളുകൾക്കിടയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ജയിക്കുക തന്നെ ചെയ്യും. വിചാരിക്കുന്നില്ല, ഇഷ്ടം ടീച്ചർ ജയിക്കുന്ന തന്നെയാണ്. ശൈലജ ടീച്ചറെ കുറിച്ച് നമ്മുടെ സംസ്ഥാനത്തോ സംസ്ഥാനത്തിന് പുറത്തോ ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യകതയില്ലാത്ത, ഒരാൾക്കും ചോദ്യം ചെയ്യാൻ ഇല്ലാത്ത ഉയർന്ന ഉന്നതമായ വ്യക്തിത്വത്തിൻ്റെ ഒരു ഉടമയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ഈ നിങ്ങളുടെ സ്വന്തം നാട്ടുകാരിയായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ. ഇത്തവണ ഇവിടെ മത്സരിക്കുന്ന UDFന്റെ നേതാവ് ജയിക്കും എന്ന പ്രതീക്ഷയുണ്ടെങ്കിൽ അതിന് വെച്ച ആ പാത്രം അങ്ങോട്ട് വാങ്ങി വെക്കുന്നതാണ് നല്ലത്. കാരണം അത്രമാത്രം ജനഹൃദയങ്ങളിൽ, ജനമനസ്സുകളിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ള സ്വന്തം നാട്ടിലെ ജനങ്ങളോടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ശൈലജ ടീച്ചർ വോട്ട് ചോദിച്ചെത്തിയിട്ടുള്ളത്. ഇരട്ടി ഉൾപ്പെടുന്ന ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ ശൈലജ ടീച്ചർക്ക് ലഭിക്കും.
ലഭിക്കുമെന്ന് മാത്രമല്ല LDF മൂന്നാം തവണയും അധികാരത്തിൽ വരും. നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ശൈലജ ടീച്ചർ പ്രമുഖമായ സ്ഥാനത്തെത്തും എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നമ്മുടെ സഹോദരിയെ വിജയിപ്പിച്ച് അയക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഈ പ്രദേശത്തുള്ള വോട്ടർമാർക്കുണ്ട്, ഈ പട്ടണത്തിലുള്ള ബഹുജനങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ നിർവഹിക്കണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അരിവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിൽ രേഖപ്പെടുത്തി അഭിമാനകരമായ ഒരു വിജയത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചറെ എത്തിക്കണം. ശൈലജ ടീച്ചർ സംസാരിക്കും. LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എല്ലാ വികസന പദ്ധതികളും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ കൂടി എത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ഒരുപാട് പദ്ധതികളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഉടനെ പുറത്തിറക്കുകയാണ്. എല്ലാവരും അത് വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പേരാവൂരിൻ്റെ സമഗ്ര വികസനത്തിന് മട്ടന്നൂർ പോലെ, കല്യാശ്ശേരി പോലെ, പയ്യന്നൂർ പോലെ, തളിപ്പറമ്പ് പോലെ ഈ നിയോജക മണ്ഡലത്തിലും വമ്പിച്ച വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നതിന് എന്നെ വിജയിപ്പിച്ചാൽ എന്നും നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ജനപ്രതിനിധിയായി ഞാനിവിടെ ഉണ്ടായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് നൽകാനുള്ള ഉറപ്പ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ നല്ല പൊരി വെയിലത്ത് ബൈക്കിൽ 100-ലേറെ വാഹനത്തിൽ ഇവിടെ ചാവശ്ശേരി മുതൽ ഇവിടെ വരെ വന്ന എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരായ സ്ത്രീകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പേരാവൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമൊക്കെയായ ശൈല ടീച്ചറുടെ പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. അഖിലേന്ത്യാ CPM-ന്റെ നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയൊരു ജനാവലിയാണ് ഇതിന് സാക്ഷ്യം വഹിക്കുന്നത്. അത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. എല്ലാ ടീച്ചർമാരും ഒരുമിച്ചുകൊണ്ട് എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നു. നല്ല ആവേശകരമായ അനുഭവമാണ്. ഇന്ന് പ്രത്യേകിച്ച് ശ്രീമതി ടീച്ചറും മറിയം ധാവളെയും കൂടെയുണ്ട് എന്ന് കാണുന്നതിലാണ് ഏറെ ആവേശം. ഞങ്ങളുടെ പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണ്. രണ്ടുപേരും വന്നു, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തു, എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചു, LDF-നെ വിജയിപ്പിക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഇത് ഏറ്റവും അഭിമാനകരമായിട്ടൊരു മുഹൂർത്തമാണ്. ഇത്ര എങ്ങനെയുണ്ട്? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ 10 കൊല്ലത്തെ LDF ഭരണത്തിൻ്റെ ഗുണഗണങ്ങൾ, അതിൻ്റെ ആനുകൂല്യങ്ങൾ, പ്രയോജനങ്ങൾ നേരിട്ട് അനുഭവവേദ്യമായിട്ടുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യം ഏതെങ്കിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരൊറ്റ കുടുംബം പോലും ഉണ്ടാവില്ല. ഒന്നുമില്ലെങ്കിൽ വലിയ സമ്പന്നരാണെങ്കിൽ നല്ല തിളങ്ങുന്ന മിന്നിത്തിളങ്ങുന്ന റോഡുകളിലൂടെ അവരുടെ കാറുകളുമായിട്ട് അവർ പോയിട്ടുണ്ടാവും. പാവപ്പെട്ടവരുടെ എല്ലാവരുടെ കാര്യത്തിലും ഏതെങ്കിലും ഒരു സെക്ഷൻ ഇല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ ഗവൺമെൻറ്റിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. അവർക്കതറിയാം. അങ്ങനെ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് കൊടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിനെതിരായിട്ട്, ഞങ്ങളുടെ രാഷ്ട്രീയത്തിനെതിരായിട്ട് നിൽക്കുന്നവർ പോലും അവർ വോട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ശൈലജ ടീച്ചറെ സംബന്ധിച്ചിടത്തോളാണെങ്കിലോ ഇവിടെ പേരാവൂരിൽ ഇതിനു മുൻപ് മത്സരിച്ചിട്ടുണ്ട്. അത് പക്ഷേ അന്ന് വേറൊരു തരത്തിലായിരുന്നു. പക്ഷെ പേരാവൂർ അല്ലെങ്കിൽ ഇരിട്ടി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറുടെ ജന്മനാടാണ്. ജന്മനാട്ടിൽ വെച്ചാണ് അവരുടെ പ്രവർത്തനം തുടങ്ങിയത്. ഇവിടെ വെച്ചാണ് ടീച്ചറായത്, B.Ed കഴിഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞാണ് പിന്നീട് മട്ടന്നൂരിലേക്ക് പോയത്. അപ്പോൾ ഇരിട്ടി എന്ന് പറയുന്ന പ്രദേശം, പേരാവൂരിനെ ഇരിട്ടി ഉൾപ്പെടുന്ന ഈ പേരാവൂർ മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിലെ കുഞ്ഞുകുട്ടി ആബാലവൃദ്ധം ജനങ്ങൾക്ക് ശൈലജ ടീച്ചറെ അറിയാം നേരിട്ട്. കേരളത്തിലാകെ അറിയാം, പക്ഷേ ഇവിടുത്തെ കുഞ്ഞുകുട്ടികൾക്കടക്കം അറിയാം. അത്രയും സുപരിചിതയും സുസമ്മതയും ഏറ്റവും നല്ല ഭരണാധികാരിയും ആയിട്ട് കേരളം ഇന്ന് കരുതുന്ന നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ശൈലജ ടീച്ചർ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന്, അവരർഹിക്കുന്ന ഭൂരിപക്ഷത്തിന് വിജയിക്കണം. അതാണ് നമ്മളെല്ലാം ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഇന്നിപ്പോൾ ഈ ഇരിട്ടി പട്ടണത്തിലുള്ള ഇവിടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മില്ലേനിയം TV-യിലൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെ വോട്ടുകൾ നന്മയ്ക്ക് വേണ്ടി, നാടിനു വേണ്ടി ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുക. തീർച്ചയായിട്ടും LDF-ന്റെ വിജയം, ശൈലജ ടീച്ചർ വിജയം സുനിശ്ചിതമാണ്. ടീച്ചറെ, ഇത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ അടക്കം കുറേ വേട്ടയാടലുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന്, എന്നാൽ പോലും
അവരോടൊക്കെ എന്താണ് ഒരു അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ്. കാരണം രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത്തരത്തിലുള്ളതെല്ലാം നേരിടേണ്ടതായിട്ട് വരും. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആക്രമണം കുറച്ച് കൂടുതലാണ്. ടീച്ചറെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോ? അതൊരു ഭയം കൊണ്ടാണോ? അല്ല, അതൊന്നും ഒരു വിഷയമേ അല്ല. ചിലപ്പോൾ ഭയം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളെല്ലാവരെയും, എന്നെ ആയാലും ശ്രീമതി ടീച്ചറെ ആയാലും ഒക്കെ വല്ലാത്ത രീതിയിൽ വേട്ടയാടാറുണ്ട്. പക്ഷേ ഞങ്ങൾ അതിനെയെല്ലാം അതിജീവിച്ചാണല്ലോ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്കറിയാം ഞങ്ങളെ. ഇപ്പം ശ്രീമതി ടീച്ചർ ഇവിടെ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് ടീച്ചറാണ്. എനിക്ക് ആ സ്ഥാനം കിട്ടിയപ്പോൾ ആ പരിഷ്കരണം തുടർന്നു കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഞങ്ങൾ വളരെ നന്നായിട്ട് പ്രവർത്തിച്ച ആരോഗ്യമന്ത്രിമാരാണെന്ന് അനുഭവസ്ഥരായിട്ടുള്ള ജനങ്ങൾ പറയാറുണ്ട്. അത് മതി ഞങ്ങൾക്ക്. അപ്പോൾ ഇനിയും അങ്ങനെ ഒരു ടീച്ചറായി അമ്മയായി ഒക്കെ തന്നെ പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ എന്നല്ല, ഈ കേരള ഭരണസിരാകരുടെ മന്ത്രിയായി തന്നെ കാണാൻ സാധിക്കും. അതെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനാർത്ഥിയോട് ചോദിക്കാൻ പാടില്ല. സ്ഥാനാർത്ഥിയോട് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അല്ല, ഒരു ആഗ്രഹം ഉണ്ടല്ലോ മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹമൊന്നും ഉണ്ടാവാറില്ല. പാർട്ടി ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതെ, പൊതുവെ ഒരു വികാരമുണ്ട്. അതെ 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 അതെ. അപ്പോൾ ഞങ്ങളിപ്പം മത്സരിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൽ ജയിക്കാനാണ്. 140 MLA-മാരും അതത് നിയോജക മണ്ഡലത്തിൽ ജയിക്കാനാണ് മത്സരിക്കുന്നത്. ജയിച്ചു വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അതിന് ശേഷമാണ് ആലോചിക്കുക. Ma'am, what about LDF government and Kerala CPM election? We are sure that the LDF government will form the government in Kerala for the third time. It has done wonderful work and we have an excellent candidate over here in Peravur. We are assured of Comrade KK Shailaja's victory, and she will create history by showing the world that the people of Kerala are with the LDF government, who has performed excellently. They are in the hearts and minds of the people of Kerala. BJP is saying that more than 10 or 13 seats are in getting Kerala. Well, the people of Kerala will show them how false they are, how untrue that is. You see, for the BJP to speak anything, their leader is Mr. Modi, who speaks anything at all, gives all kinds of promises. Did you get 15 lakhs in your account? Did 2 crore people get jobs? Did Beti Bachao, Beti Padhao is good in the country? So they are used to speaking lies. But unfortunately, the Congress in Kerala will not perform, because wherever the Congress government is in the country, they are not performing. They are breaking houses instead of building houses. That's the reality. അഭിവാദ്യങ്ങൾ